സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന സ്വർഗനാട്ടിൽ. Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഫിലദൽഫിയ AG ഷാർജ ഒരുക്കുന്ന അനുഗ്രഹീത സന്ദേശ പരമ്പരയിൽ 5-ാം ദിവസം കൂടെ വന്നു ചേരാൻ അനുവാദം തന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സൂം വഴിയും മാധ്യമത്തിലൂടെയും ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഇങ്ങനെയൊരു അനുഗ്രഹീതമായ ഒരു ക്രമം ദൈവം വരുത്തി തന്നതിൽ ഞാൻ ദൈവത്തിന് ഒന്നുകൂടെ ആരാധിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യട്ടെ. നമുക്ക് ഒന്നിച്ച് ദൈവവചനത്തിലേക്ക് കടക്കാം. നമ്മുടെ വിഷയം കർത്താവ് പറഞ്ഞു കഴിഞ്ഞു. പാസ്റ്റർ ജി തോമസ് അധ്യക്ഷനായിരിക്കുന്നല്ലോ. ദൈവദാസൻ കൃത്യമായി പറഞ്ഞല്ലോ. എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് അഥവാ എറ്റേണിറ്റി ടു എറ്റേണിറ്റി. അത് ആഴം കാണാനുള്ള, അതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള അവസരം ഓരോ ദിവസവും കൂടുതലായി വരികയാണെന്ന് അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ദിവസത്തെക്കാളും വളരെ ഡെപ്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് അതിലേക്ക് കടക്കാം. സ്വർഗ്ഗം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിഷയം ഇന്ന് എടുക്കുന്നത് ബൈബിൾ പറയുന്ന ഒരു പ്രത്യേക കാര്യമാണ്. നമുക്കത് വായിക്കാം. ഇതിൽ വായിച്ചാൽ Bible speaks, Jesus has revealed the important stages of his glory. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ തന്റെ മഹത്വത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ വിവരിക്കുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറുകയാണ്. കഴിഞ്ഞ ആഴ്ച പഠിച്ചതിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്ന കാര്യം ആരും വിസ്മരിക്കരുത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുക്രിസ്തു ഈ ലോകം ഉണ്ടാകും മുമ്പ് പിതാവിൻ്റെ മഹത്വത്തിലൊപ്പമായിരുന്നു. പിതാവിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. തൻ്റെ മഹത്വത്തിലായിരുന്നിരുന്നത്. ആ ടൈമിലുള്ള കാര്യങ്ങൾ നമുക്ക് അഗാധമായി പഠിക്കാനുണ്ട്. അതാണ് ഒന്നാമത്തെ മഹത്വ പ്രദർശന ഭാഗം. ഇനി രണ്ടാമത്തെ മഹത്വ പ്രദർശന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു. അത് ഇവിടെ വായിക്കേണ്ടതില്ല, കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതാണ്. ഈ ലോകം നിലനിൽക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിന് നൽകപ്പെട്ട മഹത്വത്തിന്റെ പ്രദർശനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയായിരുന്നു. അത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇതെല്ലാം തുടക്കമാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. നമ്മുടെ ജസ്റ്റിൻ പാസ്റ്റർ പോലുള്ളവർക്ക് ഇതിൻ്റെ ഒടുക്കം വരെ ഒരുമിച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ആമേൻ. അതുപോലെ എല്ലാവർക്കും ഉണ്ട്. സന്തോഷമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഓരോ പാക്കേജ് നമുക്ക് ഒന്നിച്ച് പഠിക്കാൻ ദൈവം കൃപ തരട്ടെ. മൂന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ഇത് വായിച്ചില്ലായിരുന്നു. യോഹന്നാൻ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 26-ാം വാക്യം ഇപ്പോൾ പവർ പോയിന്റ് ഇപ്പോൾ വായിക്കും. അത് കഴിഞ്ഞിട്ട് ജീന വായിക്കുന്നതാണ്. പവർ പോയിന്റ് വായിച്ചാണ്. ഈ ഒരു ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നതിന് പ്രധാന കാരണമുണ്ട്. ആ വാക്യം പഠിക്കുമ്പോൾ അറിയാം. അത് നമുക്ക് വായിക്കാം. അതിനു മുമ്പ് നമ്മുടെ കർത്താവ് വന്നത് പിതാവിനോടൊപ്പം ഇരുന്ന മഹത്വത്തിൽ നിന്നാണ് വന്നത്. പ്രപഞ്ചം ആരംഭിച്ച ശേഷം ഈ ചരിത്രത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവ് വിവിധ മോർഫി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വിവിധ രൂപങ്ങൾ. ആ രൂപങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടത്, പ്രദർശിപ്പിച്ചത് എങ്ങനെയല്ല, മനുഷ്യരോട് ബന്ധപ്പെട്ട എങ്ങനെ, നിത്യതയോട് ബന്ധപ്പെട്ട എങ്ങനെ, അതാണ് നമുക്ക് വായിക്കേണ്ടത്, പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇന്ന് മൂന്നാമത്തെ ഭാഗത്ത് കിടക്കാം. നമുക്ക് തിരുവഴുത്തിലേക്ക് കടന്ന് അത് നോക്കാം. ഒന്ന് വായിക്കാം മോളെ. ഈ 2-3 വായിക്കണ്ട, ഒരുമിച്ച് വായിച്ചാട്ടെ. ഇവിടെ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ല. സ്ട്രക്ചർ അറിയണമല്ലോ. അടുത്തത് ലോകം നിലനിൽക്കുന്ന സമയം
പിതാവിനാൽ നൽകപ്പെട്ട മഹത്വത്തിൽ യേശു ക്രിസ്തു ഈ പ്രപഞ്ച സമയത്ത് അഥവാ തന്റെ ഐഹിക ജീവകാലം ഉണ്ടല്ലോ, ഏകദേശം 33 കൊല്ലം എന്നൊക്കെ പറയുന്നത്, ആ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തിയത്. അതുപോലെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന സമയത്ത് ചരിത്രത്തിൽ വെളിപ്പെടുത്തിയത്. ഇനി വെളിപ്പെടുത്താൻ പോകുന്നത് വലിയൊരു പാഠഭാഗമാണ് ഇതെല്ലാം പഠിക്കാനുള്ളത്. അടുത്തത് 24 26 ആ വാക്യം ഇതുവരെ വായിച്ചില്ല. നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് വായിച്ചേ പറ്റൂ. ദയവായി എല്ലാവരും ആ ഭാഗം വായിച്ചാട്ടെ. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ ആ ഭാഗം ഞാൻ ജീനെ കൊണ്ട് വായിപ്പിക്കുകയാണ്. നിർത്തി നമുക്കൊന്ന് വായിക്കണം. ഒന്ന് വായിച്ചാണ്. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ. അതിലേക്ക് നമ്മൾ പിന്നീട് വരുമെങ്കിലും ഇവിടെ അറിഞ്ഞിരിക്കണം, യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തിൽ വന്ന ശേഷം, കഷ്ടം സഹിച്ച ശേഷം, വേദനകൾ സഹിച്ച ശേഷം, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം പിന്നെ അവിടെ ചിലവഴിക്കുന്ന ചോദ്യത്തിന് കർത്താവ് തന്നെ പറഞ്ഞേച്ചാ പോയത്, ഞാൻ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ. അപ്പൊ മഹത്വത്തിൽ നിന്ന് വന്ന് മഹത്വത്തിൽ കടക്കുക, ഈ ഒരു വലിയ പരിപാടി പൊതുവെ നമ്മുടെ ഇടയിൽ പഠിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല. ക്രിസ്തലോ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ക്രിസ്തു മഹത്വത്തിൽ നിന്ന് വന്നു മഹത്വത്തിലേക്ക് പോകുന്നു. എന്നാൽ ഏൽപ്പിക്കപ്പെട്ട മഹത്വത്തിന്റെ പ്രദർശനങ്ങൾ, അതിന്റെ എക്സിബിഷൻ സ്റ്റോൾ, അതിന്റെ മാനിഫെസ്റ്റേഷൻസ് എന്തുണ്ട് എന്ന കാര്യം വളരെ വിശാലമായി പഠിക്കണം. മാത്രമല്ല, പൂർവ നിത്യതയിൽ ദൈവത്തിന്റെ പുത്രൻ ഉണ്ടായിരുന്ന മഹത്വത്തിൽ കർത്താവിന്റെ സ്ഥിതി എന്താണ്, കർത്താവിന്റെ സ്റ്റേജ് എന്താണ്, അത് സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം, പൂർവ മഹത്വത്തിൽ ക്രിസ്തു ആയിരുന്ന സമയത്ത് കർത്താവിന് എന്ത് മഹത്വമാണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് എന്തെല്ലാം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. നമുക്ക് ഒന്നിച്ച് ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് പഠിക്കേണ്ടതുണ്ട്. പഠിക്കാൻ നമുക്ക് ആഴത്തിൽ നമുക്കത് കാണേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ സുനിൽ ഇത് വായിക്കും. ഈ ബോർഡ് മൊത്തം വായിച്ചാണ് ഇംഗ്ലീഷ്. യേശു ക്രിസ്തുവിന്റെ വലിയ മഹത്വം നൽകിയല്ലോ, അതിന്റെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിന് നൽകിയ മഹത്വത്തിന്റെ ലക്ഷ്യമെന്ത്? ക്രിസ്തുവിനെ പൂർവ്വ നിത്യതയിലുള്ള മഹത്വത്തിന്റെ ലക്ഷ്യമെന്ത്? തിരിച്ചു ചെല്ലുമ്പോൾ കടക്കേണ്ടതല്ലയോ? തിരിച്ചു ചെല്ലുമ്പോൾ മഹത്വത്തിന്റെ ലക്ഷ്യമെന്ത്? അപ്പൊ അവിടെ ഗ്രേറ്റ് ഗോൾ ഓഫ് ജീസസ് ഗ്ലോറി, യേശുവിന്റെ മഹത്വത്തിന്റെ മഹത്തായ ലക്ഷ്യം പഠിക്കുവാൻ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, പൊതുവെ ഇങ്ങനൊരു സ്റ്റഡി എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. എന്നാൽ തിരുവഴുത്തിൽ അതുണ്ടെന്ന് കാണുവാൻ സാധിച്ചു. അതിൽ ഞാൻ ആനന്ദമുള്ളവനാണ്. അതിനുള്ള ക്രമീകരണം ഒരുക്കിയ ഫിലദൽഫിയ ഏജി ചർച്ചിനോടും മുമ്പിൽ നിൽക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ റിജി തോമസിനോടും കുടുംബത്തോടും എൻ്റെ സ്നേഹ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കടക്കുകയാണ്, അതിൻ്റെ ആഴങ്ങൾ കാണുവാൻ. നമുക്ക് ഓരോന്നോരോന്നായി കാണാം. വായിച്ചാട്ടെ. മഹത്വത്തിന്റെ ലക്ഷ്യം എന്താണ്? അത് പൂർവ്വ നിത്യതയിൽ യേശു ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മഹത്വത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒന്നുകൂടെ ഞാൻ പറയാം. പൂർവ്വ മഹത്വത്തിൽ, പൂർവ്വ നിത്യതയിൽ, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകം ഉണ്ടാകും മുമ്പ്, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകം ഉണ്ടായിട്ടില്ല. അതിന്റെ ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡ് ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് മഹത്വത്തിന്റെ ലക്ഷ്യം എന്താണ്? അത് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 1:18 വാക്യം വായിച്ചാൽ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ വാക്യം ഒന്ന് നിർത്തി വായിച്ചേ മോളെ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ വെളിപ്പെടുത്തി. ഞാനൊരു ചെറിയ ഭാഗം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. സുനിൽ അത് 2 വട്ടം വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒന്ന് നിർത്തി, ഒരെണ്ണം വായിച്ചു കഴിഞ്ഞിട്ട് 1 മിനിറ്റ് നിർത്തണം, എന്നിട്ട് വീണ്ടും വായിക്കണം. വായിച്ചാൽ John 1:18, the only begotten Son,
Homogeneous huios. In the Textus Receptus, the best old Greek manuscripts, and BCL, monogenes theos, God only begotten. ആദ്യത്തെ റിസപ്റ്റസ് എന്ന് പറയുന്നത് വായിച്ചു നിർത്താമോ? ആദ്യത്തെ ഭാഗം ഒന്നും വായിച്ചു നിർത്താമോ? The only begotten Son, homogenes huios, in the Textus Receptus. ഇതൊരു ഗ്രീക്ക് ബൈബിളാണ്. ഈ ബൈബിളിൽ കൊടുത്തിരിക്കുന്നതാണ് ഹോമോഗനസ് ഹുയിയോസ്. ആധുനിക പഠനങ്ങളിൽ വരുന്ന പല ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ അധികം ഗ്രീക്ക് ബൈബിൾ നോക്കുന്നില്ല. ഒരു 8 ഗ്രീക്ക് ബൈബിൾ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അതിനുള്ള പരിചയം എനിക്കുള്ളൂ. അതനുസരിച്ച് ചെറിയ പരിചയം വെച്ച് നോക്കിയപ്പോൾ പഴയ ഗ്രീക്ക് ബൈബിളാണ് ഈ കാണുന്നത്. ആലെഫ് ബിസിഎൽ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് 2ാമത്തെ ഭാഗമായിട്ട് എഴുതിയിരിക്കുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത് വ്യത്യാസം നോക്കിയേ. ഹോമോഗനസ് ഹുയിയോസ് എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന രീതി അങ്ങനെയല്ല. ഒന്ന് വായിക്കാമോ? The best old Greek manuscripts and BCL, monogenes theos, God only begotten. അതിന്റെ അർത്ഥമാണ് ഗോഡ് ഓൺലി ബിഗോട്ടൻ എന്ന്. നേരത്തെ എഴുതിയിരുന്നത് ദ ഓൺലി ബിഗോട്ടൻ സൺ എന്നാണ്. ദാറ്റ്സ് റോങ്. അതല്ല ശരി. ഒന്നുകൂടെ എടുത്തു പറയട്ടെ. ഏകജാതനായ പുത്രൻ എന്ന വാക്ക് അല്ല ശരി. അത് മനസ്സിലാക്കണം. ഞാൻ ഇംഗ്ലീഷ് ഇവിടെ തൽക്കാലം കാണിക്കുന്നു. ഗാഡ് ഓൺലി ബിഗോട്ടൻ. ഇനി നമുക്ക് ഇതിന്റെ ആളുകളിലേക്ക് ഒന്ന് കടക്കണം. ശ്രദ്ധിക്കുക. യേശുവിനെ കുറിച്ച് ചില തർജ്ജമകൾ കൂടെ കാണിക്കാം. KJV ഇല്ലാത്തതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് KJV ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനില്ലാത്തത് എന്താണ്, ഉള്ളത് എന്താണ് എന്നൊക്കെ കൃത്യമായി പഠിക്കാൻ പറ്റും. ഒരു തർജ്ജമ മാത്രം നോക്കിയാൽ. ഇപ്പോൾ യേശുവിനെ കുറിച്ചുള്ള ട്രാൻസ്ലേഷൻ, ഈ വാക്യത്തിലെ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ ഒരല്പം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. വായിക്കാം ഈ ട്രാൻസ്ലേഷൻ മാത്രം. But the unique one who is himself God. നെക്സ്റ്റ്. English Standard Version says the only God. The Real Literal Bible says the only begotten God. ഏകജാതനായ ദൈവം എന്ന് തന്നെ തർജ്ജമ ചെയ്ത അനേക പുസ്തകങ്ങളുണ്ട്. ഏകജാതനായ ദൈവം, എല്ലാവരും ഒന്ന് പറയാമോ? ഏകജാതനായ ദൈവം. അതിന്റെ ഒറിജിനലാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാമല്ലോ. മോണോഗനസ് തയോസ്, ഗാഡ് ഓൺലി ബിഗോട്ടൻ. അതാണ് കറക്റ്റ് നേരിട്ട് അതിന് അർത്ഥം വരുന്നത്. ആമേൻ. ദി ഓൺലി ബിഗോട്ടൻ സൺ എന്നല്ല. നിങ്ങൾ എല്ലാവരും ആദ്യം മനസ്സിലാക്കണം. റെജി പാസ്റ്ററൊക്കെ എന്നെ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട്. അതെനിക്ക് സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല പലരും എന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇരുവഴുത്ത് അറിയുന്നവർ പലരിക്കുന്നു. അവർക്ക് ആഴമായി ചിന്തിക്കണം. ഈ ഭാഗമൊക്കെ ഒന്ന് പുറത്തു വരേണ്ടതുണ്ട്. യേശുക്രിസ്തു ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്, മനുഷ്യപുത്രനാണ് എന്ന് പറഞ്ഞ് ഒത്തിരി പേര് പഠിപ്പിക്കുന്ന ഉപദേശങ്ങളുണ്ട്. കറസീസ് ഉണ്ട്, ദുരുപദേശങ്ങൾ. ആ ഉപദേശങ്ങൾക്ക് കൃത്യമായൊരു മറുപടി കൂടിയാണ് നമ്മുടെ ക്ലാസ്സിലെ ഈ സന്ദേശം എന്ന കാര്യം കൃത്യമായി എല്ലാവരും അറിഞ്ഞിരിക്കണം. പ്രൈസ് ഗോഡ്. അപ്പൊ പൂർവ്വ നിത്യതയിൽ ക്രിസ്തു ആരായിരുന്നു? ഇനി നമുക്ക് എല്ലാവർക്കും ഗ്രീക്ക് ഒന്ന് വായിക്കാം. ഒരുമിച്ച് വായിച്ചു നോക്കിയേ. മോണോഗനസ് തയോസ്. പ്രൈസ് ഗോഡ്. ഗാഡ് ഓൺലി ബിഗോട്ടൻ. ഇനി അത് വെച്ചുകൊണ്ടാണ് അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. ചില തർജ്ജമകൾ കാണിച്ചത് അങ്ങനെ തർജ്ജമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ പറയാതിരിക്കാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കാണിച്ചതേ ഉള്ളൂ. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ എന്താ എഴുതിയിരിക്കുന്നത്? അങ്ങനെയും എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒറിജിൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഒന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ഇവിടെ കാണാൻ പറ്റുമോ പക്ഷേ? വായിക്കാൻ പ്രയാസമാണ്. ഇപ്പോഴോ? ശരി.
ഇപ്പോൾ വായിക്കാൻ പറ്റുമോ? ടെക്സ്റ്റ് വരുന്നത് വന്നില്ല. യേശു ആ, ഏകജാതനായ ദൈവം എന്ന് ലോകം അറിയും. ഇതാണ് ശരി. അത് എഴുതി വെക്കണം നിങ്ങൾ. യേശു ഏകജാതനായ ദൈവമാണ്. പൂർവ്വനിത്യതയിൽ ഏകജാതനായ ദൈവം ആണ് യേശു. ഒരു സംശയം വേണ്ട. ഈ കാര്യത്തിൽ എല്ലാവരും മനസ്സിലാക്കണം. യേശു ദൈവമല്ല എന്ന് പറഞ്ഞാൽ പൂർവ്വനിത്യതയിൽ യേശു ദൈവം തന്നെയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ വരുന്നതിൽ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? യേശു ദൈവമാണ് എന്നതിൽ ഞാൻ ആനന്ദമുള്ളവനാണ്. ഇനി ഇവിടെ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ ജീനയ്ക്ക് വായിക്കാൻ കൊടുത്തിട്ടില്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ഇക്വാലിറ്റി വിത്ത് ഗോഡ് ഓർ ഈക്വൽ വിത്ത് ഗോഡ്. ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നു. ദൈവത്തോട് സമത്വമുള്ളവൻ. സമമായിരുന്നു. അവിടെ ആരല്ല യേശു? മനുഷ്യപുത്രനല്ല. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? സമത്വമുള്ള ദൈവം തന്നെയാണ് യേശു എന്നതിൽ ആനന്ദമുണ്ടെങ്കിൽ ഉറക്കെ പറ, എൻ്റെ രക്ഷിതാവ് സാക്ഷാൽ ദൈവമാണ്. എൻ്റെ രക്ഷിതാവ് സാക്ഷാൽ ദൈവമാണ്. ഇച്ഛിതിയിൽ വന്ന സച്ചിദാനന്ദനായ അക്ഷയനായ രക്ഷകനായ ക്രിസ്തു. ആമേൻ. സർവത്തിനും മീതെ ദൈവം. റോമാലേഖനം 9:4-6 വരെ വായിച്ചാൽ സർവത്തിനും മീതെ അവൻ ദൈവമാണ്. തീത്തോസ് 2:10-12 വരെ വായിക്കുമ്പോൾ മഹാദൈവമാണ് യേശു. ആമേൻ. സന്തോഷത്തോടെ നമുക്കൊരു ഹല്ലേലൂയൊക്കെ പറയാം അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ സർവത്തിനും മീതെ ദൈവമാണ്, മഹാദൈവമാണ്. ആകയാൽ യേശു ആര് എന്ന് കൃത്യമായി തെളിവ് കിട്ടിക്കഴിഞ്ഞു. ആ തെളിവിൽ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? നമ്മുടെ കർത്താവ് ദൈവമാണ്. പൂർണ്ണ നിത്യതയിൽ അവൻ ആരാണ്? ഏകജാതനായ ദൈവമാണ്. ഏകജാതനായ ദൈവം. ഇതിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് പിന്നെ കാണാം. അതിൻ്റെ അർത്ഥവിശാലതയിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ ഇവിടെ ഒരു കാര്യം തെളിവായി കിട്ടി. യേശു ക്രിസ്തു മനുഷ്യപുത്രനാണെന്നും മനുഷ്യനാണെന്നും കേവലം ഒരു മനുഷ്യനാണെന്നും ഒക്കെ പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ചിന്തകൾ ഇവിടെ വെച്ച് ഒരു മിനിറ്റ് ഒന്ന് തളച്ചിടണേ. നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ തളച്ചിട്ട് സാക്ഷാൽ ദൈവത്തിങ്കിലേക്ക് വരണം എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവമായവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നതാണ് ക്രൂശിൽ കണ്ടത്. അതിൽ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ദൈവമായവൻ മനുഷ്യനായി എന്നതാണ് സത്യം. മനുഷ്യനായി. തിമോഥെയോസ് ലേഖനം എടുക്ക്. തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം അതിന് 5-6 വാക്യം ജീവൻ ഒന്ന് വായിച്ച മോളെ. 1 തിമോഥെയോസ് 2:5-6. വായിച്ചോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. മനുഷ്യനായ ക്രിസ്തുയേശു. അപ്പൊ മനുഷ്യനല്ലായിരുന്നു. തെളിവല്ലേ? വളരെ തെളിവല്ലേ എഴുതിയിരിക്കുന്നേ? മനുഷ്യനായ ക്രിസ്തുയേശു. എത്ര പ്രാവശ്യം നമ്മളൊക്കെ വായിച്ച വാക്കിയത്? മനുഷ്യനായ ക്രിസ്തുയേശു. അപ്പൊ യേശു ക്രിസ്തു ആരായിരുന്നില്ല? മനുഷ്യനായിരുന്നില്ല. ഇത് സംബന്ധിച്ച് ഒരുപാട് തിയറികളുണ്ട്. ആ തിയറികളിലേക്ക് ഞാനിപ്പോൾ കടക്കുകയല്ല. ആ തിയറികൾ നമുക്ക് സമയമുണ്ടെങ്കിൽ പിന്നീട് തിയറികൾ മാത്രം ഒരു ക്ലാസ് വേറെ എടുക്കാം. നമ്മുടെ വിഷയം ഇന്ന് സന്ദേശങ്ങളല്ലേ, അതുകൊണ്ട് തിയറിയിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. ശ്രദ്ധിച്ചാട്ടെ. ഇവിടെ യേശു ആര് എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരം പൂർവ്വ നിത്യതയിൽ ഏകജാതനായ ദൈവം എന്ന് തെളിയിക്കലായിരുന്നു. അതാണ് സത്യം. അപ്പൊ ദൈവം വെളിപ്പെടുത്തി, ദൈവത്തിന്റെ പുത്രൻ വെളിപ്പെടുത്തി. എങ്ങനെ? ഏകജാതനായ ദൈവമായിരുന്നു പൂർവ്വനിത്യതി. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്ന് വായിച്ചു മോളെ. ഇവിടെ എഴുതിയത് യോഹന്നാൻ 17:24 പിതാവ് യേശുവിന് നൽകിയ മഹത്വത്തിന്റെ ലക്ഷ്യം. ആ വാക്യം ഒന്നുകൊണ്ട് ശ്രദ്ധിച്ചെല്ലാവരും. പിതാവ്
യേശുവിന് നൽകിയ ആ. മഹത്വത്തിന്റെ ലക്ഷ്യം. അപ്പൊ യേശുവിന് നൽകിയ മഹത്വത്തിന്റെ ലക്ഷ്യം എവിടെയാ? എന്താണ്? ഉണ്ടായിരുന്ന മഹത്വത്തിന്റെ ലക്ഷ്യം ഏകജനായ ദൈവം തെളിയിക്കാനായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ഉണ്ടായിരുന്ന മഹത്വം അതിന്റെ ലക്ഷ്യം ഏകജാതനായ ദൈവം എന്ന് തെളിയിക്കലായിരുന്നു. എന്നാൽ രണ്ടാമത്തേത് നൽകിയ മഹത്വമാണ്. അത് നമ്മൾ വിശാലമായി പഠിച്ച. ഇനി നൽകിയ മഹത്വത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഒരു വലിയ യാത്ര ആരംഭിക്കുകയാണ്. നമുക്കിവിടുന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടൊന്ന് വരാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ഫ്ലൈറ്റ് കയറുകയാണെങ്കിൽ ഫ്ലൈറ്റ് ഓടിക്കുന്ന കാര്യം നമ്മുടെ റെജി പാസ്റ്റർ ഏറ്റെടുത്തിരിക്കുക. നമുക്ക് ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു വലിയ ചിന്തയുടെ ഫ്ലൈറ്റിൽ ഒന്ന് കയറാൻ, അല്പം ഒന്ന് യാത്ര ചെയ്യാനുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ പറയുന്നു, പിതാവ് യേശുവിനെ നൽകിയ മഹത്വം. ആദ്യത്തേത് അതല്ല. ഒന്നുകൂടെ എടുത്തു പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഈ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിൽ ഒരാൾ 2 വട്ടം കേട്ട ശേഷം എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത് കേട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പം ഒന്നുകൂടെ കേൾക്കാൻ പറഞ്ഞു മെസ്സേജ് ഇട്ട് കൊടുത്തു. അപ്പം നിങ്ങളിത് കേൾക്കണം നന്നായിട്ട് കേട്ടോ. പിതാവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മഹത്വത്തിൽ ലക്ഷ്യം വേറെ, പിതാവ് നൽകിയ മഹത്വത്തിന്റെ ലക്ഷ്യം വേറെയാണ്. നൽകിയ മഹത്വത്തിന്റെ ലക്ഷ്യം നമുക്കൊന്ന് വായിക്കാം, ഓരോന്നോരോന്നായിട്ട് വായിക്കാം. മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം. ആമേൻ. നമുക്ക് ഒന്നിച്ചൊന്ന് പറയാം. മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വമാണ് നൽകിയ മഹത്വത്തിൽ ഒന്ന്. മഹാപുരോഹിതനാകുക. പ്രൈസ് ദി ലോർഡ്. ഇത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇടയിലുള്ള കുറേ ചിന്തകൾ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും. അതെന്താണെന്നറിയണ്ടേ? ലേവ്യ ഗോത്രത്തിന് നൽകിയ ഗോത്ര പൗരോഹിത്യം വേറെ. അത് എബ്രായ ലേഖനം പറയുന്നു, അത് നിന്നുപോയി, തീർന്നുപോയി. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്. എബ്രായ ലേഖനം 4 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ലേവ്യ ഗോത്രത്തിന്റെ ഗോത്ര പൗരോഹിത്യം നിന്നുപോയി. എന്നാൽ അഹരോന് നൽകിയ പൗരോഹിത്യം അതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അത് അഹരോന് നൽകിയിട്ടുള്ളത് എവർലാസ്റ്റിംഗ് പ്രീസ്റ്റ്ഹുഡാണ്. ആമേൻ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. അഹരോന് നൽകിയത് എവർലാസ്റ്റിംഗ് പ്രീസ്റ്റ്ഹുഡാണ്. നിങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടി ഞാനിപ്പോൾ വായിക്കാൻ ഉദ്ദേശിച്ചതല്ല, എങ്കിലും ജീനയോട് പറയുന്നു, പുറപ്പാട് 40:15 എടുത്താട്ട്. ലേവ്യ ഗോത്രത്തിന് നൽകിയത്, ആ ഗോത്രത്തിനുള്ള പൗരോഹിത്യം എന്ന് പറയുന്നത് കൃത്യമായി എബ്രായർ 4 മുതൽ 10 വരെ വായിച്ചാൽ അറിയാം, അത് നീങ്ങിപ്പോയി, അത് നിലവിലില്ല. ഒത്തിരി പേര് അതിന് പുറകിൽ നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അതിൻ്റെ പുറകിലാണ് നടക്കുന്നത്, അതിൻ്റെ അനുഗാമികളാണ്, ഞങ്ങൾ അനുധാവനം ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പുറകിൽ നടക്കുന്നവരുണ്ട്. സന്തോഷം, അവരത് ചെയ്തോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷെ നിന്നുപോയി, കർത്താവ് നീക്കി. എന്നാൽ മറ്റൊരു പൗരോഹിത്യത്തെ ഒരു വാക്ക് വായിക്കാനുണ്ട്. വായിച്ചാട്ടെ വളരെ വാക്യം. പുറപ്പാട് 40:15. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെ അഭിഷേകം ചെയ്യണം. അവരുടെ അഭിഷേകം ഹേതുവായി അവർക്ക് തലമുറയോളം നിത്യ പൗരോഹിത്യം ഉണ്ടായിരിക്കും. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? തലമുറയോളം നിത്യ പൗരോഹിത്യം. അതിന്റെ വിഷയങ്ങളൊക്കെ പിന്നീട് പറയാം. അപ്പൊ നിത്യ പൗരോഹിത്യം എന്ന് പറയുന്ന വിഷയം, എവർലാസ്റ്റിംഗ് പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം. ഇവിടെ കൃത്യമായി വായിക്കണം. ദ പർപ്പസ് നമ്പർ 2, യേശുവിനെ നൽകിയ മഹത്വത്തിൽ ഒന്നാമത്തേതാണിത്. എന്നാൽ യേശുവിന് ഉണ്ടായിരുന്ന മഹത്വമാണ് ആദ്യം നമ്മൾ പഠിച്ചത്, നമ്മൾ നേരത്തെ കണ്ടത്. നമുക്ക് മുമ്പോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. വായിച്ചു നോക്കൂ, ഇതൊന്ന് വായിച്ചു മോളെ. പൂർവ്വനിത്യതയിൽ യേശു മഹാപുരോഹിതനല്ല, ഏകജാതനായ ദൈവമാണ്. യോഹന്നാൻ 1:18 ചരിത്ര പ്രവേശനത്തിൽ മഹാപുരോഹിതൻ എന്നറിയിക്കുന്നു. ഇതിനുള്ള വാക്യം എവിടെ കിടക്കുന്നത്? ഇത് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാണ്. പൂർവ്വനിത്യതയിൽ യേശു മഹാപുരോഹിതനായിരുന്നു എന്ന് പറയുന്ന വാക്യം കാണാനില്ല. ആയിരുന്നു എന്നതിന്റെ വാക്യം കാണാനില്ല. എന്നാൽ ഇവിടെ കൃത്യമായി അറിയണം, ചരിത്രത്തിൽ പ്രവേശിക്കുമ്പോൾ യേശുക്രിസ്തു മഹാപുരോഹിതൻ തന്നെയാണ്. അതിനെ സംബന്ധിച്ച് ദൈവം നമുക്ക് തരുന്ന
വലിയ കാര്യങ്ങൾ ഒന്നറിയണം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് വായിക്കാം. ഒന്ന് വായിച്ചേന് ഈ ഭാഗം ഇവിടെ വായിച്ചാൽ മതി മോളെ. എബ്രായർ 5:6 മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം. മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം എന്നൊരു മഹത്വം ഉണ്ടോ? അത് നൽകിയതാ. വായിച്ചേ. അവണ്ണം ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അത് ചെയ്തവൻ അവന് കൊടുത്തതത്രേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് വിചാരിക്കുന്നു. അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അപ്പൊ കൊടുത്ത, നൽകിയ, ഏൽപ്പിച്ച മഹത്വത്തിൽ പെട്ടതാണ് ഒന്ന് മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പഠനങ്ങളിൽ ഇതൊന്നും വന്നിട്ടില്ല, പൊതുവെ കണ്ടിട്ടില്ല. നമുക്കിത് പഠിച്ചേ പറ്റും. അപ്പൊ നമ്മുടെ പഠനം യേശുവിന്റെ മഹത്വം എന്നതാണ്. ആ മഹത്വം 3 ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൊന്ന് പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വം, 2 ഭൂമിയിൽ വെച്ച് നൽകപ്പെട്ട മഹത്വത്തിന്റെ പ്രദർശനങ്ങൾ, 3 ഇപ്പോൾ കർത്താവ് നിത്യ മഹത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോഴുള്ള കാര്യങ്ങൾ വേറെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് വേറെ. അപ്പൊ ഇതെല്ലാം ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയണം. ഒന്നുകൂടെ ഞാൻ ഈ വാക്യം നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുകയാണ്. ഇതിൽ എഴുതിയത് ഒന്ന് വായിച്ചിട്ട് ഇവിടെ എഴുതിയത്. ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അപ്പൊ അരുളി ചെയ്തവൻ ആരാണ്? കൃത്യമായി അരുളി ചെയ്തിട്ടില്ലേ? സങ്കീർത്തനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ആ വാക്യം. ആ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമോളെ? സങ്കീർത്തനം 2:7 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 2:7 ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് നേരത്തെ അരുളി ചെയ്തിട്ടുണ്ട്. അരുളി ചെയ്തവൻ കൊടുത്ത മഹത്വമാണിത്. കൃത്യമായി എഴുതിയിരിക്കുന്നു. അരുളി ചെയ്തവൻ അവന് കൊടുത്ത മഹത്വം. എന്തിനുള്ളത്? മഹാപുരോഹിതൻ ആകുവാൻ. പ്രൈസ് ദി ലോർഡ്. എനിക്കത് വായിക്കുമ്പോഴൊക്കെ വലിയ സന്തോഷമാണ്. ഞാൻ ഈ ഭാഗം ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ സ്തോത്രം പറഞ്ഞ നല്ല ആരാധനയിലായിരുന്നു ടൈപ്പ് ചെയ്തിരുന്നത്. അത്ര സന്തോഷത്തിലാണ് ഞാൻ ഈ വാക്യം വായിക്കുന്നത്. എന്തിനു വേണ്ടി? എന്താണ് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം? ഈ ഭാഗത്തേക്ക് നമുക്ക് ഒന്നിച്ചു വരണം. എന്തിനു വേണ്ടി? എന്താണ് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം? നമുക്ക് ആഴങ്ങളിലേക്ക് ഒന്ന് കടക്കാം. മഹാപുരോഹിത മഹത്വം, മഹാപൗരോഹിത്യ മഹത്വം എന്തിനു വേണ്ടിയാണ് കൊടുത്തത് എന്ന് കൃത്യമായി ഇവിടെ നമ്മൾ വായിക്കുകയാണ്. വായിക്കാൻ നമുക്ക് ഈ വാക്യം ഒന്ന് വായിച്ചേ മോളെ. ഇവിടെ എഴുതിയിട്ടുണ്ട്. എബ്രായർ 4:15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്കുള്ള പരീക്ഷയിൽ സഹതാപം കാണിക്കാൻ വേണ്ടി പൗരോഹിത്യം ഏറ്റെടുത്ത് വന്ന മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ. ഇന്ന് 850 കോടി ജനങ്ങളുണ്ടെങ്കിൽ ആ ജനങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിച്ച് അവരുടെ ജീവിതത്തെ വിടുവിക്കാൻ തക്കവണ്ണം അവർക്ക് വേണ്ടി കൃത്യമായി മഹാപുരോഹിതൻ യാഗമായി തീർന്നിരിക്കുകയാണ്. സാധാരണ മഹാപുരോഹിതന്മാർ യാഗം നടത്തുക പതിവ്. ഈ മഹാപുരോഹിതൻ ജനങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ വ്യക്തമാണ് ഇവിടെ. അങ്ങനെയെങ്കിൽ ഇന്ന് ഉള്ള 4200 മതങ്ങളിലെ മാനവജാതി എല്ലാവരും അറിഞ്ഞിരിക്കണം, എല്ലാവർക്കും വേണ്ടി ഒരു മഹാപൗരോഹിത്യം ഏറ്റെടുത്ത് ചരിത്രത്തിൽ ജീവിതം നൽകിയെന്ന് മാത്രമല്ല ജീവൻ നൽകി. പ്രൈസ് ദി ലോർഡ്.
മുഴുവൻ രക്തം ഊറ്റി കൊടുക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ജീവൻ നൽകി. ജീവനാണ് മറുവില. മത്തായി 10:28 പിന്നീട് വായിക്കാം. റാൻസം പ്രൈസ്, മറുവില എന്ന് പറയുന്നത് അതാണ്. അത് നൽകിയിട്ടാണ് മഹാപുരോഹിതൻ തെളിച്ചത്. ഇവിടെ ഒരു ചോദ്യം നമുക്ക് മാനവകുലത്തോട് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. ഏത് മനുഷ്യനാണ് ഇങ്ങനെ മഹാപുരോഹിത്യ മഹത്വം ഏറ്റെടുത്തുകൊണ്ട് മാനവജാതിയുടെ പാപത്തിന് വേണ്ടി മറുവിലയായി ജീവൻ നൽകാൻ രംഗത്ത് വന്നതുള്ളത് എന്ന് ചോദിക്കാം. ചോദിച്ചാൽ ഉത്തരം ബിഗ് സീറോയാണ്. ബിഗ് സീറോയാണ്. ഇവിടെയാണ് യേശുവിന്റെ മഹത്വത്തിന്റെ മഹാത്മ്യം എന്നറിയുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവൻ മൗനമായിരിക്കുമ്പോൾ നമുക്ക് ധൈര്യമായി പറയാം, ഒരേ ഒരു ദൈവമാണ് മാനവജാതിക്ക് വേണ്ടി മഹാപൗരോഹിത്യ മഹത്വം ഏറ്റെടുത്ത് ജീവൻ നൽകി പാപരക്ഷ വരുത്തുവാൻ തയ്യാറായത്. എന്തിനു വേണ്ടി? ഇവിടെ എഴുതിയിരിക്കുന്നല്ലോ, സഹതാപം കാണിക്കുവാൻ. നമ്മുടെ ബലഹീനതകളിൽ മനുഷ്യൻ ബലഹീനനാണ്. മനുഷ്യൻ തീരെ ബലഹീനനാണ്. എത്ര വലിയവൻ എന്ന് പറഞ്ഞാലും അവൻ കരഞ്ഞു പോകും. എനിക്കറിയാം, യുക്തിവാദികളുടെ അപ്പൻ എന്ന് പറയുന്ന MC ജോസഫ് എന്ന് പറയുന്ന ആൾ എൻ്റെ ഫാദറായിട്ട് വലിയ കൂട്ടുകാരായിരുന്നു. യുക്തിയേണ്ടി മനുഷ്യന്റെ ബുദ്ധിശക്തി കരിച്ചതിൽ ലഭിച്ചതല്ലാതില്ലെന്നും ലോകവിജ്ഞാന രാശിയിൽ നിന്ന് ശക്തമായി എഴുതി വെച്ച യുക്തിവാദി മാസികയുടെ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ ഫാദറുമായിട്ട് വലിയ കമ്പനിയായിരുന്നു. അദ്ദേഹത്തിന്റെ ബ്രദർ മരിച്ചപ്പോൾ ആ മരിച്ച സ്ഥലത്ത് എൻ്റെ ഫാദർ ചെന്നു. ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചതാണ്. ആ ടൈമിൽ ഈ വിവരം അറിഞ്ഞ് ഓടി വന്ന്, ഒത്തിരി ദൂരത്തിൽ നിന്ന് വന്നത്, ഇവിടെ വന്ന് ഈ ഡെഡ് ബോഡി കിടക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, സ്നേഹിത, നിങ്ങൾ കരഞ്ഞത് മനുഷ്യനെന്ന നിലയിലാണ്. സ്വന്തം സഹോദരൻ മരിച്ചു പോയപ്പോൾ കരഞ്ഞു. അത് കറക്റ്റാണ്. ഞങ്ങളും കരയും, നിങ്ങളും കരയും. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. 6 രൂപ മോസസ് റൂസോ ഈ ശരീരത്തിന്റെ വില പറഞ്ഞിട്ടുള്ളൂ. അന്നത്തെ വിലയാണ് കേട്ടോ. അന്ന് പുസ്തകത്തിന് വിലയുണ്ട്. ഈ പറഞ്ഞ ശരീരത്തിലുള്ള ഘടകങ്ങൾക്ക് ആ കൂടി 6.47 അന്നത്തെ വില. ഞാൻ 10 രൂപ തരാം, നിങ്ങളുടെ സങ്കടം മാറുമെന്ന് ചോദിച്ചു. എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. 10 രൂപ കൊണ്ട് സ്വന്തം ബ്രദറിന്റെ മരണദുഃഖം, വേർപാടിന്റെ ദുഃഖം മാറുമോ? ബലഹീനതകളിൽ സഹതാപമുള്ള എല്ലാവരുമാണ് നിരീശ്വരവാദികളായാലും യുക്തിവാദികളായാലും ആരായാലും സഹതാപം ഉണ്ടായെന്ന് വരും. ആ സഹതാപത്തിൽ നമ്മളോടൊന്നിച്ച് ചിലവഴിപ്പാൻ, നമ്മുടെ ജീവിതത്തെ വലിയ തോതിൽ നിലനിർത്താൻ കഴിയുന്ന ശക്തനായ മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ് എന്നറിയുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഇന്നും നമ്മൾ നടത്തുന്നതിനാൽ നമുക്ക് ഒന്നിച്ച് കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നമ്മൾ ഈ ആഴങ്ങളിലേക്ക് ഒന്ന് കടക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്പം ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ ഈ വാക്യം കൂടെ. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ നൽകിയ പൗരോഹിത്യ മഹത്വത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന് തെളിവാക്കുന്നുണ്ട്. വായിച്ചാട്ടെ മോളെ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഒരു സ്തോത്രം പറഞ്ഞെന്ന് വായിക്കാമോ എല്ലാവരും? യേശുവിനെ കുറിച്ച് ഹി ഈസ് ഏബിൾ എന്ന് പറഞ്ഞാൽ അവൻ പ്രാപ്തനാണ് എന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹി ഈസ് ഏബിൾ. ആ കാര്യം നിങ്ങൾ പഠിക്കുന്നതാണ്. അവൻ പ്രാപ്തനാണ്. എന്തിനു പ്രാപ്തൻ? ഇവിടെ വളരെ ഭംഗിയായി പറയുന്നു, പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ. പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ. ഇവിടേക്ക് ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട്. ആ ചോദ്യങ്ങളിലേക്കും കടക്കണം, ഇതിന്റെ ആഴങ്ങളിലേക്കും ഒന്ന് കടക്കണം. പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ്. അപ്പൊ മഹാപൗരോഹിത്യം നൽകിയതിൽ മാനവജാതിയുടെ രക്ഷ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ മഹത്വം എന്നറിയുന്നവർ സന്തോഷത്തോടെ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ് ആരാധിച്ചാട്ടെ. ആമേൻ, ആമേൻ. ഞാൻ ഈ ക്ലാസ്സിൽ സന്തോഷത്തോടെ പറയട്ടെ, നമ്മുടെ ക്ലാസ് യൂട്യൂബ് വഴി കേട്ടുകൊണ്ടിരിക്കുന്ന പലരും എനിക്ക് മെസ്സേജുകൾ വാട്സപ്പിൽ വിടുന്നുണ്ട്. അവരുടെ ജീവിതത്തിന് ഈ മെസ്സേജ് കേട്ടിട്ട് വിടുതലുണ്ടായിട്ട് സാറ് ഒരു നിമിഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സാറ്
ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര പേരെ വിളിച്ചെന്നറിയാമോ? നാം അറിയണം, ഒത്തിരി പേര് ഈ വിഷയത്തിൽ വിടുതലുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയട്ടെ, നീ ഏത് വിഷയം വെച്ചാണ് സഹതപിക്കുന്നത്, ഏത് വിഷയം വെച്ചാണ് വേദനിക്കുന്നത്, ഏത് വിഷയം വെച്ചാണ് ദുഃഖിക്കുന്നത്, എന്തിന്റെ പേരിലാണ് നിന്റെ കണ്ണ് നിറയ്ക്കുന്നത് ലോകം? ഉറക്കെ പറയാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ സഹതാപത്തിൽ മഹാപൗരോഹിത്യ ശുശ്രൂഷ നൽകി നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നവനാണ് എന്നറിയുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? നമുക്കതിന്റെ ആഴങ്ങളൊന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്നിച്ച് നോക്കാം അല്ലേ? വായിച്ചു നോക്കിയാൽ ഇത് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം കൊണ്ട് നമുക്കൊന്ന് വായിക്കാം. വായിച്ചാട്ടെ സുനി. Seeing then that we have a great high priest that is passed into the heavens, Jesus, the Son of God, let us hold fast our profession. ആമേൻ. അതിന്റെ മലയാളം കൂടെ നമുക്കൊന്ന് കാണാം അല്ലേ? വായിക്കാമോ മോളെ? എബ്രായർ 4:14 ആദ്യ ദേവദൂതനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം പുറകെ പിടിച്ചുകൊള്ളുക. ആമേൻ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ദൈവപുത്രനായ യേശു കടന്നുപോയത് ഏത് വഴിയാണ്? നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഇതേ ഇവിടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കൃത്യമായിട്ട് വായിച്ചു നോക്കിയേ. ദാറ്റ് ഈസ് പാസ്ഡ് ഇൻടു ദ ഹെവൻസ്. സ്വർഗങ്ങളിലൂടെയാണ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ കടന്നുപോയത്. സ്വർഗങ്ങളിലൂടെയാണ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ കടന്നുപോയത്. ചോദ്യങ്ങൾ അപ്പൊ ഒന്ന് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് സ്വർഗത്തിലേക്കാണ് പോയത്? നമ്മുടെ ഇപ്പോൾ വിഷയം അല്ലെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ പോയാൽ ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം സുനിൽ ഇംഗ്ലീഷിലും വായിക്കണം, ജീന മലയാളത്തിലും വായിക്കണം. എഫേസ്യ ലേഖനം 4:10. He that descended is the same also that ascended far above all the heavens, that he might fill all things. എല്ലാ സ്വർഗങ്ങൾക്കും മീതെയാണ് യേശു കടന്നുപോയിരിക്കുന്നത്. ഒന്നോടെ സുനിൽ വായിക്കാമോ? എല്ലാ സ്വർഗങ്ങൾക്കും മീതെയാണ് യേശു പോയിട്ടുള്ളത്. He that descended is the same also that ascended far above all the heavens, Far that he above all the heavens. എല്ലാ സ്വർഗങ്ങൾക്കും മീതെയാണ് യേശു ഇപ്പൊ കയറി പോയിരിക്കുന്നത്. നേരത്തെ നമ്മൾ വായിച്ചു, അവൻ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? ഇത് രണ്ടോട് ചേർത്ത് എഴുതിക്കോളൂ. എല്ലാ സ്വർഗങ്ങൾക്കും മീതെ മഹത്വത്തിൽ കടക്കാനാണ് യേശു പോയിരിക്കുന്നത്. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ? ഈ സന്ദേശ പരമ്പരയിൽ എത്ര പേര് സന്തോഷിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി പൗരോഹിത്യം ഏറ്റെടുത്ത കർത്താവ് ഇപ്പോൾ പോയിരിക്കുന്നത് എവിടെ? സ്വർഗങ്ങൾക്ക് മീതെ, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ. വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ. അവിടെയാണ് പിതാവിനോടൊപ്പം ഇരുന്ന മഹത്വം. അതിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ലൂക്കോസ് 24:26 പറയുന്നല്ലോ, അവൻ മഹത്വത്തിലേക്ക് കടക്കേണ്ടതല്ലയോ? ഈ സമയത്ത് നമ്മൾ വീണ്ടും വായിച്ച വാക്യത്തിലേക്ക് വരികയാണ്. എങ്കിൽ എളുപ്പമുണ്ട്. ഈ 7:25 ഒന്ന് വായിച്ചു നോക്കിയമോളെ. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇവിടെ ഒരു ഭാഗം ഞാൻ വായിക്കുന്നു, ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ. അവിടെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് പലരും. ആ ചോദ്യത്തിന് ഉത്തരം കൂടെ ഞാൻ ഇവിടെ പറഞ്ഞു പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും. ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചൊരു ഭാഗമാണ് ഈ വരുന്നത്. ആ ചോദ്യം ഒന്ന് വായിച്ച മോളെ. യേശുക്രിസ്തു
സർവകൃപാലവും ലോക രക്ഷിതാവുമാണെങ്കിൽ മാനവരെ എല്ലാം ഒരുമിച്ച് രക്ഷിച്ചുകൂടെ? ഇതെല്ലാവരും ചോദ്യമാണ്. യേശുവിന് അത് കഴിയുന്നില്ലല്ലോ. പക്ഷെ 7:25 ശരിക്കും ശ്രദ്ധിച്ചില്ല എന്നതാണ് പ്രശ്നം. 7:25 ഒന്ന് നോക്കി ഞാനിപ്പോ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. 7:25 അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. ആർക്ക് വേണ്ടിയാണ് പക്ഷപാതം ചെയ്യുന്നത്? ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അവരെ രക്ഷിപ്പാനാണ് യേശു തയ്യാറായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരായാലും ദൈവത്തോടടുത്താൽ ഉറപ്പ് രക്ഷിപ്പാൻ തയ്യാറായിരിക്കുകയാണ് യേശു. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. എന്താ യേശു രക്ഷിക്കാൻ കഴിയാത്തത് എന്ന് ചോദിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ഈ ക്ലാസ്സുകളിൽ, ഈ സന്ദേശ പരമ്പരയിൽ കൃത്യമായി വലിയ മറുപടികൾ, വളരെ ഉയർന്ന മറുപടികൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ലഭിക്കുന്നു. അപ്പൊ രക്ഷിപ്പാൻ കഴിയുന്നവനാണ് യേശു എന്നതെങ്കിൽ കൃത്യമായി പറയുന്നു, ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് ദൈവത്തോട് അടുക്കുവാൻ. ദൈവത്തോട് അടുത്ത് എന്നിട്ട് കർത്താവേ എന്ന് വിളിക്കാൻ ഹൃദയമുണ്ടെങ്കിൽ, ഓപ്പൺ ടെക്സ്ചറായി തുറന്ന ഹൃദയത്തോടെ ദൈവത്തിന്റെ അടുക്കൽ, പിതാവിന്റെ അടുക്കൽ ചെല്ലാൻ തയ്യാറായാൽ, പക്ഷപാതം ചെയ്യാൻ നമ്മുടെ കർത്താവ് തയ്യാറായിരിക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ലോകത്തിന് എല്ലാവർക്കും വ്യവസ്ഥകളുണ്ട്. എല്ലാ ഗവൺമെന്റുകൾക്കും വ്യവസ്ഥയുണ്ട്. എല്ലാ കോടതികൾക്കും വ്യവസ്ഥയുണ്ട്. എന്നാൽ യേശുവിന് വ്യവസ്ഥ വെച്ചുകൂടെ? മഹാരാജാവായ ദൈവത്തിനും വ്യവസ്ഥ വെച്ചുകൂടെ? അത് ന്യായമല്ലേ? പ്രൈസ് ഗോഡ്. വ്യവസ്ഥ വയ്ക്കാതെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സ്നേഹിതരോട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന നീയും വ്യവസ്ഥ വെച്ചിട്ടാ പറയുന്നേ. ഹല്ലേലൂയ. ഒത്തിരി വ്യവസ്ഥ കൊണ്ടുവരിക എന്നാ പറയുന്നത്. ആ പറയുന്നതും ഒരു വ്യവസ്ഥ മേല. There are many conditions. ധാരാളം വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സഹോദരന്മാരെന്ന് പറയുന്നത്. ഞാൻ കേൾക്കുമ്പോൾ ചിരിക്കാറുണ്ട്. അവർ പറയുന്നത് തന്നെ വ്യവസ്ഥയില്ല. അപ്പൊ വ്യവസ്ഥ വെച്ചുകൊണ്ട് രക്ഷിതാവ് ഒരു കാര്യം ഒരുക്കിയാൽ, മഹാദൈവം ഒരു കാര്യം ഒരുക്കിയാൽ തെറ്റാണെന്ന് പറയാൻ ഒരു ന്യായവും ഇല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിക്കുന്നവന് വ്യവസ്ഥ വയ്ക്കാനും പറ്റും എന്നറിയുന്നവർ എത്ര പേരുണ്ട്? സന്തോഷത്തോടെ കല്ലേലി പറയാൻ സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളൊക്കെ ഒന്ന് അടിച്ച് രാമേൻ പറഞ്ഞ എല്ലാവരും ഒന്ന് ചാമ്യൻ പറഞ്ഞാട്ടെ, കൈകളടിച്ച്. സ്തോത്രം. നമുക്ക് മുമ്പോട്ട് പോകണം. നമ്മുടെ കാര്യത്തിന്റെ അഗാധതയിലേക്ക് വരികയാണ്. മഹാപൗരോഹിത്യത്തിനുള്ള മഹത്വം കൊടുത്തു. ആ കൊടുത്തതിന്റെ പേരിൽ ഒരുപാട് ആശയങ്ങൾ പഠിക്കാൻ കിടക്കുന്നു. വായിക്കാം നമുക്ക്. ദൈവവ്യവസ്ഥ എന്തല്ല, എന്താണ് എന്ന കാര്യത്തിലേക്ക് നമ്മൾ വരുന്നു. രക്ഷിക്കാനുള്ള വ്യവസ്ഥ എന്താണ്, എന്തല്ല. വായിച്ചാട്ടെ മോളെ. ഇവിടെ ആമേൻ. എഫെസിലെ 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആമേൻ. രക്ഷ എന്ന് പറയുന്നത് കൃപയാലാണ്. 5 നെയ്യപ്പം കൊടുത്ത് രക്ഷ പഠിക്കുകയാണെങ്കിൽ അത് കൃപയാലല്ല. ബഹുമാനപ്പെട്ട റിജി തോമസ് പാസ്റ്ററുടെ പിതാവ് അനുഗ്രഹീത ശുശ്രൂഷകനാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചവരാണ്. അദ്ദേഹത്തിനവിടെ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൃഷി ചെയ്യാൻ എന്നെ വിളിച്ചെന്ന് വിചാരിക്കാം. ഞാനും റോയ് പാസ്റ്ററിന്റെ ചെന്നിരിക്കുകയാണ് കളയ്ക്കാൻ. കള കഴിഞ്ഞ് 5 മണിയായപ്പോൾ തോമസ് പാസ്റ്റർ പറയാം, അത് കൃപയാൽ ഇരിക്കട്ടെ, നിങ്ങൾക്ക് 2 പാസ്റ്റർമാർക്ക് 1000 രൂപ. നമ്മൾ എന്ത് പറയും? ഇത് കൃപയാലല്ല പാസ്റ്റർ, എല്ലാം മുറിയ പണിതിട്ട് കിട്ടിയതാണ്. ഇത് കൃപയാൽ കിട്ടിയതല്ല. മനസ്സിലായോ? ഇത് കൃപയാലല്ല, ഇത് പണിതിട്ട് കിട്ടിയതല്ല. എന്താ? യേശു നൽകുന്ന രക്ഷ, പിതാവ് നൽകുന്ന രക്ഷ, മഹാപൗരോഹിത്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന രക്ഷ ഒരിക്കലും നൽകിയത് കൊണ്ടല്ല, മനുഷ്യന്റെ എന്തെങ്കിലും വസ്തുവകൾ കൊണ്ടല്ല. ഇവിടെ എന്തെങ്കിലും എഴുതി എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും നെയ്യപ്പത്തിന്റെ ആവശ്യമുണ്ടോ?
ഏതെങ്കിലും കോഴി വെട്ടേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും മൃഗത്തിന്റെ ചോരയോ കോഴിയുടെ ചോരയോ ആവശ്യമുണ്ടോ? ഇല്ല. അതൊന്നും വേണ്ട. കൃപയാലത്ര രക്ഷ, കൃപയാലത്ര രക്ഷ. ഇത് പറയുമ്പോൾ സുനിലിനെ ഒരു പാട്ട് പാടിയാൽ കൊള്ളാമെന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് പാടിക്കുന്നില്ല. കൃപയാലാണ് രക്ഷ. എന്താണ് ഈ കൃപ എന്ന് പറയുന്നത്? 20 കാര്യങ്ങൾ കൃപയോട് ബന്ധപ്പെട്ട് ബൈബിളിൽ നിന്ന് പഠിക്കാൻ കഴിയും. രണ്ടെണ്ണം ഞാനിപ്പോ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, അനർഹമായ സ്ഥാനത്ത് ദൈവം നൽകിയ സീമാതീത ദയയാണ് കൃപ. ആവശ്യക്കാർക്ക് നോട്ട് ചെയ്യാം. അനർഹമായ സ്ഥാനത്ത് ദൈവം നൽകിയ സീമാതീത ദയയാണ് കൃപ. ഇന്ന് രണ്ടാമത്തേത് അതല്ല, അർഹമായത് തരാതിരുന്നതാണ് കൃപ. അർഹമായത് തന്നിട്ടില്ല. ഇതൊക്കെ ബൈബിൾ തെളിവുണ്ട്. 20 പോയിന്റ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുമ്പനാനടുത്ത് 200 പാസ്റ്റേഴ്സിന് വേണ്ടി ഒരു പ്രത്യേക ക്ലാസ് നടത്തിയപ്പോൾ അതിൽ 20 പോയിന്റുകൾ ഞാൻ അവിടെ പഠിപ്പിക്കുകയുണ്ടായി. കൃത്യമായി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. കൃപ എന്ന് പറഞ്ഞാൽ അർഹമായത് തന്നില്ല. എന്താണ് അർഹമായത്? മനുഷ്യൻ പാപം ചെയ്തു, മനുഷ്യൻ തെറ്റുകൾ ചെയ്തു, അഹങ്കാരിയായി ദോഷം ചെയ്തു, ദൈവത്തോട് അകന്നു, ദൈവം വ്യവസ്ഥയോട് അകന്നു. അവനെ കൊടുക്കേണ്ടത് നരകമാണ്, നിത്യശിക്ഷയാണ് കൊടുക്കേണ്ടത്. അർഹമായത് തന്നില്ല. എങ്ങനെ? പുത്രനിലൂടെ ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് നമ്മെ രക്ഷിക്കുന്നതിനാൽ. സന്തോഷമുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? പുത്രനിലൂടെ ഒരു വ്യവസ്ഥ വെച്ച് രക്ഷിപ്പാൻ തയ്യാറായതിനാൽ. ആ വ്യവസ്ഥയോ അങ്ങോട്ട് നൽകേണ്ടതല്ല. പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നതാണ് വ്യവസ്ഥ. കൃപയാലത്ര രക്ഷ, കൃപയാലത്ര രക്ഷ. ആ രക്ഷ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ വാസ്തവമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 വാക്യങ്ങളാണ്. വ്യവസ്ഥ പറയുമ്പോൾ 2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വായിക്കാം. 1 യോഹന്നാൻ 2:1, 5:40. 2:1 സുനിലും 5:40 ജീനയും വായിക്കണം. My little children, these things write I unto you, that you may not sin. And if any man sin, we have an advocate with the Father, Jesus Christ, the righteous. ആ വി ഹാവ് മുതലൊന്ന് വായിച്ച മോനെ, ആ വി മുതൽ ഒന്നുകൂടെ വായിച്ച് ഇംഗ്ലീഷിൽ. We have an advocate. An advocate. An advocate. ഞാൻ ഒരിക്കല് ഒരു പരസ്യയോഗം നടത്തി. ഇവിടെ ഇരിക്കുന്ന റോയ് പാസ്റ്റർ അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. വെണ്ടൂരാണ്. ആ പരസ്യയോഗം കഴിഞ്ഞപ്പോൾ ആ പരസ്യയോഗം നടത്തിയ സ്ഥലത്തുള്ള പലരും എന്നെ അറിയുന്നതാണ്, മിക്കവാറും പേര്. അതിനൊരു അച്ചായ വന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ പ്രസംഗം ശരിയാണ്, മധ്യസ്ഥം വേണമെന്നല്ലേ പറഞ്ഞേ? ഞങ്ങളതല്ലേ മധ്യസ്ഥന്മാരെടുത്ത് പോകുന്നേ? പാസ്റ്റർ എന്തായി പറഞ്ഞു? സ്നേഹത്തില്ല കേട്ടോ, വഴക്കിലൊന്നുമില്ല, വഴക്കുണ്ടാക്കിയിട്ടല്ല. ഞാൻ പറഞ്ഞു ശരിയാ മധ്യസ്ഥന് അത് കാര്യം നടക്കില്ല. പിന്നെ ഒറ്റ പ്രശ്നമുള്ളൂ, ഇവിടെ ദൈവം പറഞ്ഞ മധ്യസ്ഥനോടാണ് ഞാൻ പറയുന്നത്, ദൈവം പറയാത്ത മധ്യസ്ഥന്മാരോടാണ് അച്ചായം പറയുന്നത്. അത്ര വ്യത്യാസമുണ്ട്. ആമേൻ. ദൈവം പറഞ്ഞത് ഏക മധ്യസ്ഥൻ, അത് ക്രിസ്തുവാണ്, അഡ്വക്കേറ്റ് അതാണ്. എന്നിട്ട് ഞാൻ ഒരു വാചകം പറഞ്ഞു, എനിക്കൊരു കേസ് വന്നാൽ കിട്ടാവുന്നതിലേക്ക് നല്ല വക്കീലിനെ ഞാൻ പിടിക്കുള്ളൂ. അപ്പൊ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പൊ ഒറിജിനൽ വക്കീൽ ക്രിസ്തുവാണെന്ന് പറഞ്ഞു വരികയല്ലേ പാസ്റ്റർ? ഞാൻ പറഞ്ഞേ അല്ലേ, ഒറിജിനൽ വക്കീൽ ക്രിസ്തുവാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, 2713 ആജ്ഞകളും 606 കൽപ്പനകളും 606 കൽപ്പനകളും കൂടെ 10 കൽപ്പനകൾ വേറെയും, ഒപ്പം തന്നെ 1005 ആജ്ഞകൾ പുതിയ നിയമത്തിലും കൊടുത്ത വ്യക്തമായ നിയമങ്ങളുള്ള, നിയമം നൽകിയ, സാക്ഷാൽ നിയമം ഉണ്ടാക്കിയ, കൃത്യമായി അറിയുന്ന വക്കീലാണ് എന്നെ രക്ഷിപ്പാൻ വന്ന യേശു. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മരുമകൻ വക്കീലാണ്. ഞാൻ ഒത്തിരി വക്കീലുമാരെ പഠിപ്പിക്കുകയുണ്ടായി. ഹൈക്കോർട്ടിലെ അറിയപ്പെട്ട വക്കീലുമാർ എന്റെ ഫ്രണ്ട്സാണ്, അവരെന്റെ സ്റ്റുഡൻസ് ആണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് യേശു എന്ന അഡ്വക്കേറ്റിന്റെ മുമ്പിൽ എന്ത് നിയമം പറയാനേ പറ്റുക? ഇന്ത്യൻ നിയമങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അത്യാവശ്യം എന്റെ കയ്യിലുമുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളുടെ അത്ര അറിവില്ല, നിങ്ങളുടെ അത്ര കമന്ററി പറയാൻ അറിയില്ല. നിങ്ങളാണ് അതിനെ കൂടി പറയുന്നത്. എന്നാൽ
ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അഡ്വക്കേറ്റ് ഭരതനോട് ഞാൻ ചോദിക്കുന്നു, യേശുവിനൊപ്പം നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അദ്ദേഹം വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സോറി, എന്റെ ബ്രെയിനിൽ ഇന്ത്യൻ പീനൽ കോഡിന്റെ കമന്ററി മുഴുവൻ കയറിയിട്ടില്ല. ഇന്ത്യൻ പീനൽ കോഡിന്റെ കമന്ററി മുഴുവൻ കയറിയിട്ടില്ല. ഇന്ത്യൻ പീനൽ കോഡിന്റെ കമന്ററി മുഴുവൻ കയറിയ സൂപ്പർ അഡ്വക്കേറ്റുമാർ ഇന്ത്യയിലുണ്ടോ? മുഴുവൻ കയറിയിട്ടില്ല ആരെയും. അതുകൊണ്ടല്ലേ മീതെ ജയിച്ചു പോകുന്നത്. അതുകൊണ്ട് ലോകത്തിലെ മുഴുവൻ നിയമങ്ങളെയും എടുത്താൽ ശ്രദ്ധിക്കുക, 195 രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ, 193 രണ്ടര കൂടെ ചേർത്ത് പറഞ്ഞാൽ 195 രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങളുടെ എല്ലാ നിയമങ്ങളും ഒന്നിച്ചു വെച്ചാൽ തടവില്ലാതെ വായിക്കാൻ കഴിയുന്ന ഒരേ ഒരു അഡ്വക്കേറ്റ് ചരിത്രത്തിനുള്ളൂ. ഇക്ഷിതിൽ വന്ന നമ്മുടെ രക്ഷിതാവായ യേശു മാത്രമാണ്. അതുകൊണ്ട് അവന്റെ അടുക്കൽ ചെന്നാൽ നിങ്ങൾക്ക് പരിപൂർണമായി വിടുതൽ ലഭിക്കുന്നതാണ്. നമുക്ക് ആ വാക്യം കൊണ്ട് വായിക്കാം. 5:40 കൂടെ വായിച്ചാട്ടെ മോളെ. സോറി, യോഹന്നാൻ 5:40. വെരി സോറി. ജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലണം. എത്ര പേർക്ക് ഒരു ആമേൻ പറയാം? ജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലണം. അതാണ് സത്യം. പാപപരിഹാരം കിട്ടണമെങ്കിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലണം. കാരണം അഡ്വക്കേറ്റ് യേശുവാണ്. നിത്യജീവൻ ലഭിക്കണമെങ്കിലും യേശുവിന്റെ അടുക്കൽ ചെല്ലണം. അവിടെയാണ് ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇവിടെ കാണിക്കുന്ന വായിക്കാമോ സുനിൽ? We have an advocate with the Father, Jesus Christ the righteous. നിത്യതയിൽ പിതാവിന്റെ മഹത്വത്തോടൊപ്പം ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആയിട്ട് പിതാവിന്റെ അടുക്കലുണ്ട്. പിതാവിന്റെ അടുക്കലുണ്ട്. ഇവിടുന്ന് മരിച്ചുപോയ ഒരു മതത്തിന്റെ ആളുകളും ദൈവത്തിന്റെ അടുക്കൽ അഡ്വക്കേറ്റ് ആയിട്ടില്ല. അറിഞ്ഞിരിക്കണം. ഇന്നുള്ള സഭ നേതൃത്വങ്ങൾ എത്രയുണ്ടോ അത്രയും നേതൃത്വങ്ങൾ മുഴുവൻ ഇരിക്കും. നമുക്ക് ഒന്നിച്ച് പറയാം, ഒരു സഭാ നേതാവും യേശുവിന്റെ അടുക്കൽ അഡ്വക്കേറ്റ് അല്ല. അങ്ങനെ വാചകം പോലും ബൈബിളിലില്ല. പിതാവിന്റെ അടുക്കൽ അഡ്വക്കേറ്റ് അല്ല, യേശുവിന്റെ അടുക്കലുമല്ല, പിതാവിന്റെ അടുക്കലുമല്ല. അപ്പൊ പിതാവിന്റെ അടുക്കൽ അഡ്വക്കേറ്റായി കൃത്യമായി പക്ഷപാതം കഴിയിക്കുന്ന, ജീവൻ നൽകാൻ കഴിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ. അവനാണ് കർത്താവായ യേശു. അതിനു വേണ്ടിയാണ് നൽകിയ മഹത്വം. അറിയുന്നവർ എത്ര പേരുണ്ട്? നൽകിയ മഹത്വത്തിന്റെ വലിയൊരു ലക്ഷ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. സന്തോഷത്തോടെ പറയാൻ കഴിയുമോ? ആ നൽകിയ മഹത്വത്തിൽ ദൈവം എന്നെയും ഉൾക്കൊണ്ടിരുന്നു, എന്നെയും കണ്ടിരുന്നു. അതിൽ ആനന്ദമുള്ളവർ എത്ര പേരുണ്ട്? പിതാവ് പുത്രന്റെ നൽകിയ മഹത്വത്തിൽ എന്നെയും കണ്ടതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ നിത്യനായ ദൈവത്തിന്റെ പദ്ധതികളിൽ ഒന്നുകൂടെ മുമ്പോട്ട് പോകണം. നമുക്ക് അല്പം കൂടെ ആഴങ്ങൾ കാണാനുണ്ട്. ഒന്ന് വായിക്കാം മോനെ. ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന സമയത്ത് നൽകിയ മഹത്വത്തോട് ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് ആഡ് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. വായിക്കാം. നമ്മളിത് വായിച്ചതാണ്. ഇവിടെ വരുമ്പോൾ അല്പം കൂടെ ആഴത്തിൽ പഠിക്കാൻ കാണും. Jesus speaks, ought not Christ to have suffered these things and to enter into his glory? Christ entered into his glory after suffering. സഹനങ്ങൾക്കെല്ലാം ശേഷം, കഷ്ടങ്ങൾക്കെല്ലാം ശേഷം, തീവ്രവേദനകൾക്കെല്ലാം ശേഷം യേശു ക്രിസ്തു എവിടെ കടന്നു വന്നു? ആ മലയാളത്തിലൂടെ വായിക്കാൻ പാടേ. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ നടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ആ വാക്ക് ഒന്നുകൂടെ നിർത്തി വായിക്കാം. നമുക്ക് എല്ലാവർക്കും വായിക്കാം. ക്രിസ്തു
ക്രിസ്തു ഇങ്ങനെ ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ അത് മഹത്വത്തിൽ അപ്പോയിന്റഡ് അഫ്ലിക്ഷൻ ആണ്, നിയമിക്കപ്പെട്ട കഷ്ടങ്ങളാണത്. എല്ലാവരും ശ്രദ്ധിച്ചു വായിക്കണം. പിതാവ് പുത്രന് വേണ്ടി നിയമിച്ച കഷ്ടങ്ങളാണത്. ആ നിയമിക്കപ്പെട്ട കഷ്ടങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ ക്രൂശിന്റെ മരണത്തെക്കുറിച്ച് 44 അധ്യായം എഴുതിയ കുര്യൻ സാറിന്റെ പുസ്തകമുണ്ട്, നിങ്ങൾക്ക് കണ്ടു കാണുമായിരിക്കും. 44 അധ്യായമുള്ള ഒരു ബുക്ക്. അതൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഇതിന്റെ അർത്ഥം വളരെ വിശാലമായി കാണുക. ആമേൻ. സേവിയർ ക്രൂസിഫൈഡ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് ഇംഗ്ലീഷിൽ. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് പ്രചോദനം കിട്ടിയിട്ട് ആ പുസ്തകം എഴുതിയത്. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് പറയട്ടെ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളെ വർണ്ണിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ദയവായി നിങ്ങൾ വായിക്കണം. അപ്പോഴാ മനസ്സിലാകുക മഹത്വത്തിന്റെ പുറകിൽ, മഹത്വം നൽകിയതിന്റെ പുറകിൽ വലിയ കഷ്ടങ്ങൾ കർത്താവിനെ അനുഭവിപ്പാനുണ്ടായിരുന്നു. അത് ഇവിടേക്ക് കൊടുത്ത മഹത്വമാണ്, നൽകിയ മഹത്വമാണ്. അത് കഴിഞ്ഞിട്ട് എവിടേക്ക് പോയി? ക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഇവിടത്തെ പരിപാടി കഴിഞ്ഞ ശേഷം ഇനി നിത്യതയിലെ മഹത്വത്തിലേക്ക് യേശു കടക്കുകയാണ്. അത് കടന്നു. അവിടെ കഷ്ടമല്ല, ഏൽപ്പിക്കപ്പെട്ട ജോലി നിർവഹിച്ച് പൂർണ്ണ തൃപ്തിയോടുകൂടെ നമ്മുടെ കർത്താവോട് ചെന്നിരിക്കുക. ഇനി യേശുവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് എന്ത് പറയാൻ കഴിയും? ഹല്ലേലൂയ. ഏൽപ്പിക്കപ്പെട്ട ജോലി എന്നെ പ്രതി എല്ലാ ത്യാഗങ്ങളും സഹിച്ച്, എല്ലാ കഷ്ടങ്ങളും സഹിച്ച്, രക്തം മുഴുവൻ ഊറ്റിക്കൊടുത്ത്, മുൾക്കിരീടം വയ്ക്കുവാൻ ഏൽപ്പിച്ച്, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ചരിത്രത്തിൽ തെളിയിച്ചു. ഏൽപ്പിക്കപ്പെട്ട മഹത്വത്തിൽ ലക്ഷ്യം നിവർത്തിക്കുവാൻ യേശു തയ്യാറായിരുന്നു. ഇന്ന് രാത്രി വചനത്തിന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ പറ്റും നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന മഹത്വത്തിന്റെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്ന എന്തോ അതിന് തയ്യാറാണ് കർത്താവേ. ഐ ആം റെഡി. അതിന് ഞാൻ തയ്യാറാണ് കർത്താവ്. അങ്ങ് തരുന്ന മഹത്വത്തിന്റെ പുറകിലുള്ള വലിയ ലക്ഷ്യം നിറവേറ്റാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഐ സറണ്ടർ. ആഗ്രഹിക്കുന്നവരെല്ലാം കൈകൾ ഉയർത്തി ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം ഏൽപ്പിച്ച മഹത്വം, നൽകിയ മഹത്വം, ആ മഹത്വത്തിന്റെ പുറകിൽ ഏതെല്ലാം ലക്ഷ്യങ്ങൾ നിറവേറാനുണ്ടോ അതെല്ലാം നിറവേറ്റുവാൻ യേശു തയ്യാറായെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിക്കുന്ന മഹത്വം അതിൻ്റെ പുറകിൽ ലക്ഷ്യങ്ങൾ കൃത്യമായി നിറവേറ്റുവാൻ ഞാനും ദൈവത്തിൽ തയ്യാറാണ് കർത്താവേ. ഐ ആം റെഡി ടു സറണ്ടർ. ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാൽ നമുക്ക് ഒന്നിച്ച് പറയാം, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറേണ്ടതിന്, ആ മഹത്വം നിറവേറ്റേണ്ടതിന് എൻ്റെ ജീവിതത്തിൽ ആഴമായി സമർപ്പിക്കുകയാണ്. ഇവിടെ ആഴങ്ങൾ ഒത്തിരിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കതിന് കാരണം സമയമായതുകൊണ്ട് ഞാനിവിടെ ഒരു വാക്ക് നിർത്തുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളൂ ഇന്ന്. സ്തോത്രം. അത്ര അഗാധമായ വിഷയങ്ങളിലേക്കാണ് നമ്മുടെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ഫിലദൽഫിയ AG ഷാർജ ഒരുക്കിയ ഈ വിരുന്ന് വിശേഷാൽ പാസ്റ്റർ എജി തോമസിന്റെ ഹൃദയത്തിൽ ഉദിച്ച ഒരു വലിയ വിഷയനാണ്. ആയിരങ്ങൾ സന്ദേശം കേൾക്കട്ടെ എന്ന്. ആ വലിയ സന്ദേശ കേൾവിക്ക് വേണ്ടിയുള്ള ഈ ഒരുക്കം അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കയ്യിൽ മൈക്ക് ഞാൻ തിരിച്ചേൽപ്പിക്കുന്നു. സ്വർഗ്ഗം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന സ്വർഗനാട്ടിൽ, സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന സ്വർഗനാട്ടിൽ, ആ പളങ്കു നദി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ, ആ പളങ്കു നദി